excitement from the look on their faces. The truth is you can find us wherever you are. Just look up, we're flying high with the stars, cause tonight is the night. ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ സനീഷ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിൽ ഫസ്റ്റ് റോ സ്റ്റാർട്ട് ചെയ്ത ഉടനെ സർവൈവർ സീരീസിൽ വിൻ ചെയ്ത റോ ടീമിലുള്ള എല്ലാവരും വരുന്നതായിട്ടാണ് കാണിച്ചത്. അതായത് ഷെയ്മസ്, കീത്ത് ലീ, മാറ്റ് റീഡൽ, AJ സ്റ്റൈൽസ്, ബ്രോൺ സ്ട്രോമൻ, അതുപോലെ തന്നെ WWE ഒഫീഷ്യലായ ആഡം പിയേഴ്സ് ഇവരെല്ലാം റിങ്ങിൽ നിൽക്കുന്നതായിട്ടാണ് കാണിച്ചത്. ഇവരെല്ലാം വന്നതിന് ശേഷം ആഡം പിയേഴ്സ് പറയുന്നുണ്ട് ദി അണ്ടർടേക്കറിന്റെ ഫോറവലിനെ പറ്റി, അദ്ദേഹത്തിന്റെ ഇന്നലെ നടന്ന സെഗ്മെന്റിനെ പറ്റി, അതുപോലെ തന്നെ കഴിഞ്ഞ റോ എപ്പിസോഡിൽ ഡ്രൂ മെക്കിൻടയർ WWE ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത കാര്യവും സർവൈവർ സീരീസിൽ റോ ടീം വിൻ ചെയ്ത കാര്യമെല്ലാം സംസാരിക്കും. അതുകൂടാതെ ആഡം പിയേഴ്സ് പറയുന്നുണ്ട് ഈ ടീമിൽ വർക്ക് ചെയ്ത ഒരാൾക്ക് WWE ചാമ്പ്യൻഷിപ്പിനുള്ള അവസരം വരുന്നുണ്ട്. അത് ചിലപ്പോൾ റോ ടീമിന്റെ ക്യാപ്റ്റനായ AJ സ്റ്റൈൽസിനാവാം, അല്ലെങ്കിൽ ഷെയ്മസിനാവാം എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഷെയ്മസ് പറയുന്നത് AJ സ്റ്റൈൽസിനെ ആരും ക്യാപ്റ്റനായിട്ട് അംഗീകരിച്ചിട്ടില്ല. പിന്നെ ഡ്രൂ മെക്കിൻടയർ 2 ടൈം WWE ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഡ്രൂ മെക്കിൻടയറിനോട് എല്ലാം പറയണം എന്നതുപോലെയാണ് ഷെയ്മസ് പറഞ്ഞത്. അതിനോടൊപ്പം ഷെയ്മസ് ഡ്രൂ മെക്കിൻടയറിന്റെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയും സംസാരിക്കും. അപ്പോൾ AJ സ്റ്റൈൽസ് പറയുന്നത് ഇവൻ ഫുള്ള് ഉടായ്പാണ്, ഫ്രണ്ട്ഷിപ്പിന്റെ പേരും പറഞ്ഞ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി വരാനാണ് ഇവന്റെ പ്ലാൻ എന്നൊക്കെ AJ സ്റ്റൈൽസ് പറയും. അതിനുശേഷം കീത്ത് ലീ മൈക്ക് വാങ്ങിച്ച് എനിക്കും ഈ ഒരു ചാമ്പ്യൻഷിപ്പിനുള്ളത് വേണമെന്ന് പറയും. അതുപോലെ തന്നെ മാറ്റ് റീഡലും ഈ ഒരു ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയുള്ള വേണം എന്നൊക്കെ പറയും. അതിനുശേഷം ആഡം പിയേഴ്സ് അവസാനമായി ബ്രോൺ സ്ട്രോമനോട് ഇതിനെ പറ്റിയുള്ള അഭിപ്രായം ചോദിക്കാമെന്ന് പോകുമ്പോൾ ബ്രോൺ സ്ട്രോമൻ ദേഷ്യം വന്ന് ആഡം പിയേഴ്സിനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടാണ് ഫസ്റ്റ് സെഗ്മെന്റിൽ കാണിച്ചത്. അതിനുശേഷം ഈ ഒരു സെഗ്മെന്റ് എല്ലാം അവസാനിച്ച് ബാക്ക് സ്റ്റേജിൽ നിയോയുടെ ടീമിനും ഹേർട്ട് ബിസിനസ് ടീമിനും തമ്മിൽ പ്രശ്നം വരുന്നതായിട്ടാണ് കാണിച്ചത്. അതായത് ഇവർക്ക് തമ്മിൽ മുൻപ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ച് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും ഒരു പ്രാവശ്യത്തേക്ക് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ച് ചാലഞ്ച് ചെയ്യും. അതിനുശേഷം നിയോയുടെ ടീം ഈ ഒരു മാച്ച് അക്സെപ്റ്റ് ചെയ്ത് ഇവർക്ക് തമ്മിലുള്ള റോ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ചാണ് മൺഡേ നൈറ്റ് റോയിൽ ഫസ്റ്റ് ആയിട്ട് നടന്നത്. ഈ മാച്ചിനെ പറ്റി നോക്കുകയാണെങ്കിൽ നല്ലൊരു മാച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൂടാതെ ഈ മാച്ച് മുന്നോട്ട് പോകുന്ന സമയത്തെല്ലാം കോഫി കിസ്തന് ഇഞ്ചുറി സംഭവിച്ചതുപോലെയാണ് മാച്ച് മുന്നോട്ട് കൊണ്ടുപോയത്. മാച്ചിൻ്റെ പകുതിക്ക് വെച്ച് കോഫി കിസ്തനും ഷെൽട്ടൺ ബെഞ്ചമിനും ഫൈറ്റ് ചെയ്ത് റിങ്ങിന് പുറത്ത് പോകും. അതിനുശേഷം റെഫറി കൗണ്ട് ഡൗൺ ചെയ്യുമ്പോൾ രണ്ടുപേർക്കും ഒരേ സമയം റിങ്ങിൽ കയറാൻ സാധിക്കില്ല. അതിനുശേഷം ഈ ഒരു മാച്ച് രണ്ട് ടീമും വിൻ ചെയ്തില്ല എന്നൊക്കെ പറയും. അത് കഴിഞ്ഞ് ന്യൂഡേ ടീം എൻട്രൻസിൻ്റെ അവിടെ എത്തുമ്പോൾ MVP വീണ്ടും ഈ ഒരു റോ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ചാലഞ്ച് ചെയ്യും. അതായത് ഈ മാച്ച് വീണ്ടും കണ്ടിന്യൂ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും ഇവർ ഈ ഒരു മാച്ച് അക്സെപ്റ്റ് ചെയ്ത് പിന്നെയും ഈ ഒരു മാച്ച് നടക്കും. ഈ മാച്ചിലും കോഫി കിസ്തനെ തന്നെയാണ് ഷെൽട്ടൺ ബെഞ്ചമിൻ, സെഡ്രിക് അലക്സാണ്ടർ ഇവരെല്ലാം ഭയങ്കരമായി അറ്റാക്ക് ചെയ്തത്. മാച്ചിൻ്റെ പകുതിയോടുകൂടി കോഫി കിസ്തനെ റിങ്ങിൻ്റെ താഴേക്ക് എടുത്തിടുന്നതായിട്ട് കാണിച്ചു. അപ്പോൾ തന്നെ കോഫി കിസ്തൻ കാല് കുത്തി സ്ലിപ്പായി പോകുന്നതായിട്ടാണ് കാണിച്ചത്. മാച്ചിൻ്റെ അവസാനത്തിൽ ഒരു കണക്കിന് സേവിയർ വൂഡ്സിൻ്റെ കയ്യിൽ ടാഗ് ചെയ്ത് ഈ മാച്ചിൻ്റെ അവസാനത്തിൽ സേവിയർ വൂഡ്സ് ഇറങ്ങി നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്ത് ഈ മാച്ച് മുന്നോട്ട് കൊണ്ടുപോയി. ഇഞ്ചുറി പറ്റിയിട്ടും കോഫി കിസ്തൻ അനങ്ങാതെ നിന്നില്ല. ഒരവസരം കിട്ടിയപ്പോൾ സെഡ്രിക് അലക്സാണ്ടറിന്റെ മേലേക്ക് ആ ഒരു കാലം വെച്ച് റോപ്പ് ബാലൻസ് ചെയ്ത് ചാടുന്നതായിട്ടാണ് കാണിച്ചത്. അതിനുശേഷം ഷെൽട്ടൺ ബെഞ്ചമിനെ റോൾ പിൻ ചെയ്ത് സേവിയർ വൂഡ്സ് മുഖേന ന്യൂഡേ ടീമാണ് ഈ മാച്ച് വിൻ ചെയ്ത് സ്റ്റിൽ റോ ടാഗ് ടീം ചാമ്പ്യൻസ് ആയത്. ഈ മാച്ച് കണ്ട സമയത്ത് ന്യൂഡേ ടീം തോൽക്കും എന്നുള്ളതുപോലെയാണ് മാച്ചിന്റെ സ്റ്റോറി കൊണ്ടുപോയത്. ഈ മാച്ച് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ന്യൂഡേ ടീം തോൽക്കാൻ പാടില്ല എന്നുള്ളൊരു ഫീലായിരുന്നു. കാരണം സ്റ്റോറി അതുപോലെയാണ് ചെയ്തത്. നിങ്ങൾക്ക് എത്ര പേർക്ക് അങ്ങനെ തോന്നി എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ ഒരു മാച്ച് അടിപൊളി മാച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് മാച്ചിൻ്റെ പെർഫോമൻസും സ്റ്റോറിയും എല്ലാം നന്നായിട്ടുണ്ട്. അതിനുശേഷം WWE ഒഫീഷ്യലായ ആഡം പിയേഴ്സ് ബാക്ക് സ്റ്റേജിൽ നിൽക്കുന്നതായിട്ടും ആ സമയം യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻ ബോബി ലാഷ്ലി WWE ചാമ്പ്യൻഷിപ്പിനുള്ള അവസരം ചോദിക്കുന്നതൊക്കെ ആയിട്ടാണ് കണ്ടത്. അതുപോലെ തന്നെ റാൻഡി ഓർട്ടൻ ആഡം പിയേഴ്സുമായി സംസാരിച്ച് ഇതുപോലെ തന്നെ ചാമ്പ്യൻഷിപ്പിനുള്ള അവസരം വാങ്ങിക്കും. അതായത് ഇന്ന് നടക്കുന്ന മൺഡേ നൈറ്റ് റോ എപ്പിസോഡ് വേഴ്സസ് മാറ്റ് റീഡൽ, അതുപോലെ തന്നെ AJ സ്റ്റൈൽസ് വേഴ്സസ് റാൻഡി ഓർട്ടൻ, കീത്ത് ലീ വേഴ്സസ് ബോബി ലാഷ്ലി, ഇതുപോലെ 3 മാച്ചുകൾ കൺഫേം ചെയ്യും. ഇതിൽ വിൻ ചെയ്യുന്നവർക്ക് നെക്സ്റ്റ് വീക്ക് നടക്കുന്ന മൺഡേ നൈറ്റ് റോ എപ്പിസോഡിൽ ഒരു ട്രിപ്പിൾ ത്രെഡ് മാച്ച് വരും. ആ മാച്ചിൽ വിൻ ചെയ്യുന്നവർക്ക് TLCയിൽ ഡ്രൂ മെക്കിൻടയറുമായി WWE ചാമ്പ്യൻഷിപ്പ് മാച്ച് എന്നുള്ളത് പോലെയാണ് ആഡം പിയേഴ്സ് ബാക്ക് സ്റ്റേജിൽ വെച്ച് കൺഫേം ചെയ്തത്. അതിനുശേഷം നടന്ന മാച്ച് ഷെയ്മസ് വേഴ്സസ് മാറ്റ് റീഡൽ ഇവർക്ക് തമ്മിലുള്ള ഒരു സിംഗിൾസ് മാച്ചാണ്. ഈ മാച്ചിന്റെ പ്രത്യേകത ഇതിൽ നിന്നവർക്ക് നെക്സ്റ്റ് വീക്ക് നടക്കുന്ന ട്രിപ്പിൾ ത്രെഡ് മാച്ചിൽ ആഡാകാൻ സാധിക്കും. ഈ മാച്ചിനെ പറ്റി നോക്കുകയാണെങ്കിൽ അടിപൊളി മാച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. ഷെയ്മസ് ആൻഡ് മാറ്റ് റീഡൽ അടിപൊളിയായിട്ട് ഈ ഒരു മാച്ചിൽ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇവരുടെ ഫൈറ്റ് കണ്ട സമയത്ത് വളരെയധികം ഇൻട്രസ്റ്റ് ആയിട്ടും ചില സ്ഥലങ്ങളിൽ റിയലായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് പോലെയും ഈ ഒരു മാച്ചിൽ ഫീൽ ചെയ്തു. അതായത് ഇവർ ഭയങ്കരമായി അറ്റാക്ക് ചെയ്യുമ്പോൾ മാച്ചിൻ്റെ പകുതിക്ക് വെച്ച് മാറ്റ് റീഡൽ ഷെയ്മസിന് ഒരു നീ സ്ട്രൈക്ക് ഫേസിൽ ചെയ്യുന്നുണ്ട്.
അത് കറക്റ്റായിട്ടും ഷെയ്മസിന്റെ ഫേസിൽ തന്നെയാണ് കൊണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ മാച്ചിന്റെ അവസാനത്തോടു കൂടി ഷെയ്മസ് ഒരുപാട് പ്രാവശ്യം സബ്മിഷൻ ലോക്കെല്ലാം ചെയ്യും. എന്നാൽ അതെല്ലാം റിലീസ് ചെയ്ത് മാറ്റ് റീഡൽ എസ്കേപ്പ് ആകുന്നതായിട്ടാണ് കാണിച്ചത്. മാച്ചിന്റെ അവസാനത്തോടു കൂടി ഇവരിൽ ആര് വിൻ ചെയ്യും, നെക്സ്റ്റ് വീക്ക് റോ എപ്പിസോഡിൽ ആര് പോകും എന്നൊക്കെ നമ്മൾ നോക്കിയിരിക്കുന്ന സമയത്ത് ഈ മാച്ചിന്റെ അവസാനത്തോടു കൂടി ഷെയ്മസിനെ റോൾ പിൻ ചെയ്ത് ഈ മാച്ചിൽ മാറ്റ് റീഡലാണ് വിൻ ചെയ്തത്. അതായത് നെക്സ്റ്റ് വീക്ക് നടക്കുന്ന മൺഡേ നൈറ്റ് റോ എപ്പിസോഡിൽ ട്രിപ്പിൾ ത്രെഡ് മാച്ചിലേക്ക് വേണ്ടി മാറ്റ് റീഡൽ ആഡ് ആയിട്ടുണ്ട്. ചിലപ്പോൾ ഇവർക്ക് തമ്മിൽ സ്റ്റോറി ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് വീക്ക് ഷെയ്മസ് വന്ന് മാറ്റ് റീഡലിനെ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അതിനുശേഷം റോ വിമൻസ് ചാമ്പ്യനായ ആസ്ക ബാക്ക് സ്റ്റേജിൽ വെച്ച് ലാനയോട് സംസാരിക്കുന്നതായിട്ടും അതുകൂടാതെ സർവൈവർ സീരീസിൽ ലാന മുഖേനയാണ് റോ ടീം വിൻ ചെയ്തത്, ഇക്കാര്യങ്ങളൊക്കെ പറയും. അതിനുശേഷം ലാനയ്ക്ക് ഒരു ചാമ്പ്യൻഷിപ്പിനുള്ള അവസരം ആസ്ക കൊടുക്കുന്നതായിട്ടാണ് കാണിച്ചത്. അതിനുശേഷം ഫയർഫ്ലൈ ഫൺ ഹൗസ് ആണ് നടന്നത്. അപ്പോൾ ഈ ഒരു ഫയർഫ്ലൈ ഫൺ ഹൗസിൽ ബ്രൈ വൈറ്റ് ആൻഡ് അലക്സ ബ്ലസ് ഇവർ രണ്ടുപേരും ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അതുകൂടാതെ റാൻഡി ഓട്ടൻ മുൻപ് വൈറ്റിന്റെ ക്യാബിൻ കത്തിച്ചിട്ടുള്ള കാര്യങ്ങൾ അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ പുതിയൊരു ക്യാരക്ടറെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതായത് ഫ്രണ്ട്ഷിപ്പ് ഫ്രോഗ് എന്നൊക്കെ പറഞ്ഞ്. അതിനുശേഷം ആ ഒരു ക്യാരക്ടറെ കൊന്നുകളയുന്നതായിട്ടും ഫ്രണ്ട്ഷിപ്പ് നല്ലതല്ല എന്നുള്ളത് പോലെയാണ് ഈ ഒരു ഫയർഫ്ലൈ ഫൺ ഹൗസിൽ ഇവർ രണ്ടുപേരും ചെയ്തത്. അപ്പോൾ ഇത് റാൻഡി ഓട്ടനുള്ളൊരു മെസ്സേജ് പോലെയും അതുകൂടാതെ നിക്കി ക്രോസിനെ പറ്റിയും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം റോ വുമൻസ് ചാമ്പ്യൻഷിപ്പ് മാച്ചാണ് നടന്നത്. ആസ്ക വേഴ്സസ് ലാന ഇവർക്ക് തമ്മിലാണ് റോ വുമൻസ് ചാമ്പ്യൻഷിപ്പ് മാച്ച് നടന്നത്. ഈ മാച്ച് നടക്കുന്നേക്കാളും മുൻപ് വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻസ് ആയ നയ ജാക്സ് ആൻഡ് ഷൈന ബേസ്ലർ ഇവർ രണ്ടുപേരും വരുന്നതായിട്ടാണ് കാണിച്ചത്. ഇവർ വന്നതിന് ശേഷം ആ ഒരു അനൗൺസ്മെന്റ് ടേബിളിൻ്റെ അവിടെ ഇരിക്കുന്നതായിട്ട് കാണിച്ചു. അതിനുശേഷം ഇവർക്ക് തമ്മിൽ മാച്ച് സ്റ്റാർട്ട് ചെയ്യും. ഇവരുടെ മാച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഈ മാച്ച് എങ്ങനെ പോയാലും മുന്നോട്ട് പോവില്ല, ഇവർ രണ്ടുപേരും കയറി അറ്റാക്ക് ചെയ്യുമെന്ന്. അതുപോലെ തന്നെയാണ് സംഭവിച്ചത്. മാച്ച് തുടങ്ങിയതിന് ശേഷം ആസ്കർ ഇങ്ങനെ പുറത്തിറങ്ങുമ്പോൾ നയ ജാക്സ് ആസ്കയുടെ കൂടെ പ്രശ്നമുണ്ടാക്കുന്നതായിട്ടും അതിനുശേഷം ഇവരുടെ മേലെ അവിടെ ഇരുന്നതൊക്കെ എടുത്ത് ഒഴിക്കുന്നതായിട്ടാണ് കാണിച്ചത്. അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും കൂടി ആസ്കനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ആ ഒരു മാച്ച് അവിടെ വെച്ച് സ്റ്റോപ്പ് ആകും. അതിനുശേഷം അനൗൺസ്മെന്റ് ടേബിളിന്റെ മുകളിലേക്ക് ആസ്കനെ അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോൾ ലാന വന്ന് ആസ്കനെ സേവ് ചെയ്ത് ഇവർ രണ്ടുപേരും റിങ്ങിൽ കയറി എസ്കേപ്പ് ആകുന്നതായിട്ടാണ് കാണിച്ചത്. അപ്പോൾ തന്നെ ഇവർ മൈക്ക് എടുത്ത് ടാഗ് ടീം മാച്ചിന് വേണ്ടി ഇവരെ ചാലഞ്ച് ചെയ്യും. അതിനുശേഷം നടന്നത് ആസ്ക ആൻഡ് ലാന വേഴ്സസ് ഷൈന ബേസ്ലർ ആൻഡ് നയ ജാക്സ് ഇവർക്ക് തമ്മിലുള്ള ഒരു ടാഗ് ടീം മാച്ചാണ്. ഈ മാച്ചിനെ പറ്റി നോക്കുകയാണെങ്കിൽ മാച്ചിന്റെ സ്റ്റാർട്ടിങ്ങിൽ കൂടുതലും ലാനയെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്. അങ്ങനെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്ത് മാച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു സമയത്ത് ആസ്കയുടെ കയ്യിൽ ടാഗ് ചെയ്യും. അതിനുശേഷം ആസ്ക ഇറങ്ങുമ്പോൾ അത്രയും നേരം ആ പാവത്തിനെ വലിച്ചടിച്ച ഇവർക്ക് ആസ്കയുടെ കയ്യിൽ നിന്നും കണക്കിന് കിട്ടുന്നതായിട്ടാണ് കാണിച്ചത്. അതായത് ഒരടി പോലും മര്യാദയ്ക്ക് തിരിച്ചടിക്കാൻ പറ്റാത്ത പോലെയാണ് ആസ്ക ആ സമയത്ത് ഫൈറ്റ് ചെയ്തത്. അതെല്ലാം നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി. അതിനുശേഷം ഒരു സമയത്ത് ഷൈന ബേസ്ലർ തിരിച്ച് അറ്റാക്ക് ചെയ്യും. അതുകൂടാതെ എല്ലാ റോ എപ്പിസോഡിലും ചെയ്യുന്നത് പോലെ അനൗൺസ്മെന്റ് ടേബിളിന്റെ മുകളിലേക്ക് ലാനനെ എടുത്ത് അടിക്കാൻ പോകുമ്പോൾ അതിൽ നിന്നും എസ്കേപ്പ് ആകുന്നതായിട്ട്. ഇപ്പോൾ തന്നെ നയ ജാക്സ് ലാനനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഓടി വരുന്നതായിട്ടാണ് കാണിച്ചത്. അപ്പോൾ തന്നെ അവിടെ നിന്ന് മാറി നയ ജാക്സ് നേരെ തന്നെ ആ ഒരു അനൗൺസ്മെന്റ് ടേബിളിന്റെ മുകളിലേക്ക് പോകും. അപ്പോൾ ഈ ഒരു അവസരം ഉപയോഗിച്ച് ആസ്ക ഷൈന ബേസ്ലറെ റോൾ പിൻ ചെയ്ത് ഈ മാച്ചിൽ ആസ്ക ആൻഡ് ലാന ഇവരാണ് വിൻ ചെയ്തത്. ചിലപ്പോൾ ഇവർക്ക് വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിനുള്ള ഒരു അവസരം കിട്ടാം TLCയിൽ. അതിനുശേഷം ബാക്ക് സ്റ്റേജിൽ MVP ആൻഡ് മാറ്റ് റീഡൽ ഇവർ സംസാരിക്കുന്നതായിട്ട് കാണിച്ചു. അപ്പോൾ മാറ്റ് റീഡൽ ഇവരെ ഭയങ്കരമായി കളിയാക്കുന്നതായിട്ടാണ് കാണിച്ചത്. അതായത് ഇവരുടെ ബിസിനസ്സിന് എന്റെ സഹായം വേണമെങ്കിൽ ചെയ്യാം എന്നതുപോലെയെല്ലാം പറഞ്ഞ്. അതിനുശേഷം നടന്നത് ബോബി ലാഷ്ലി വേഴ്സസ് കീത്ത് ലീ ഇവർക്ക് തമ്മിലുള്ള ഒരു സിംഗിൾസ് മാച്ചാണ്. ഈ മാച്ചിൽ വിൻ ചെയ്യുന്നവർക്കും നെക്സ്റ്റ് വീക്ക് റോ എപ്പിസോഡിൽ ട്രിപ്പിൾ ത്രെഡ് മാച്ചിൽ ആഡ് ആകും. അപ്പോൾ ഈ മാച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു മാച്ചായി തന്നെയാണ് തോന്നിയത്. കാരണം കീത്ത് ലീയുടെ കൂടെ കട്ടയ്ക്ക് തന്നെ ബോബി ലാഷ്ലി ഫൈറ്റ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇവർക്ക് തമ്മിൽ മാച്ച് പോകുമ്പോൾ രണ്ടുപേരെയും ഒരുപോലെയാണ് ഈ മാച്ചിൽ കാണിച്ചിട്ടുള്ളത്. ഇവരുടെ മാച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ മാച്ചിൽ ആരാണ് വിൻ ചെയ്യുക, എന്ത് സംഭവിക്കും എന്നൊക്കെ നമ്മൾ നോക്കിയിരുന്നപ്പോൾ മാച്ചിന്റെ പകുതിയോടുകൂടി ബോബി ലാഷ്ലി സബ്മിഷൻ ലോക്ക് ചെയ്യും. സബ്മിഷൻ ലോക്ക് ചെയ്യുമ്പോൾ കീത്ത് ലീ അങ്ങനെ തന്നെ മറയുന്നതായിട്ടാണ് കാണിച്ചത് ബോബി ലാഷ്ലിയുമായിട്ട്. അപ്പോൾ തന്നെ MVP റിങ്ങിൽ കയറി കീത്ത് ലീനെ അറ്റാക്ക് ചെയ്യും. അതിനുശേഷം ഈ ഒരു മാച്ചിൽ കീത്ത് ലീ വിൻ ചെയ്തു എന്ന് പറയും. അതായത് ബോബി ലാഷ്ലി ക്ലീൻ ആയിട്ട് തോൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഈ മാച്ച് കണ്ട സമയത്ത് നമ്മൾക്കത് അറിയാം, എങ്ങനെ പോയാലും ഇവർ കയറി അറ്റാക്ക് ചെയ്യും, അല്ലെങ്കിൽ ക്ലീൻ ആയിട്ടുള്ള ഒരു വിന്നറെ കാണിക്കില്ല. അപ്പോൾ ഇതും നല്ല മാച്ചായിട്ടാണ് തോന്നിയത്. ഈ മാച്ചിൽ കീത്ത് ലീ വിൻ ചെയ്ത് ട്രിപ്പിൾ ത്രെഡ് മാച്ചിൽ രണ്ടാമതായിട്ട് കീത്ത് ലീ ആഡായി. അതിനുശേഷം നടന്നത് അലക്സ ബ്ലസ് നിക്കി ക്രോസ് ഇവർക്ക് തമ്മിലുള്ള ഒരു സിംഗിൾസ് മാച്ചാണ്. അതിനുശേഷം ഇവരുടെ മാച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇതും നല്ലൊരു മാച്ചായിട്ടാണ് തോന്നിയത്. ഇതിൽ അലക്സ ബ്ലസിന്റെ പെർഫോമൻസ് പറയാതിരിക്കാൻ സാധിക്കില്ല. കാരണം അതുപോലത്തെ ഒരു പെർഫോമൻസ് ആണ് ചെയ്യുന്നത്.
മാച്ചിന്റെ സ്റ്റാർട്ടിങ്ങിൽ നിക്കി ക്രോസ് അറ്റാക്ക് ചെയ്യുമ്പോഴെല്ലാം ഭയങ്കരമായി ചിരിക്കുന്നതായിട്ടും മാച്ചിന്റെ അവസാനത്തോടു കൂടി നിക്കി ക്രോസിന്റെ അടുത്തിരുന്ന് ഭയങ്കരമായി കരയുന്നതായിട്ടെല്ലാം അലക്സ ബ്ലസ് ഒരു വേറെ ലെവൽ ആക്ടിങ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നിക്കി ക്രോസിന്റെ കൂടെ ഫ്രണ്ട്ഷിപ്പിൽ ഒന്നാകുന്നത് പോലെ കാണിച്ച് നിക്കി ക്രോസിനെ കെട്ടിപ്പിടിച്ചതിന് ശേഷം സിസ്റ്റർ അബിഗേൽ ഫിനിഷിംഗ് മൂവ് ചെയ്ത് ഈ മാച്ചിൽ അലക്സ ബ്ലസ് ആണ് വിൻ ചെയ്തത്. ഇതൊരു നല്ല മാച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിനുശേഷം മൺഡേ നൈറ്റ് റോ മെയിൻ ഇവന്റ് മാച്ചായിട്ട് നടന്നത് AJ സ്റ്റൈൽസ് വേഴ്സസ് റാൻഡി ഓർട്ടൺ. ഇവർക്ക് തമ്മിലുള്ള ഒരു 1-on-1 മാച്ചാണ്. ഈ മാച്ചിൽ വിൻ ചെയ്യുന്നവർ അവസാനമായിട്ട് ട്രിപ്പിൾ ത്രെഡ് മാച്ചിലേക്ക് ആഡ് ആകും. അങ്ങനെ ഇവരുടെ മാച്ച് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ റാൻഡി ഓർട്ടൺ AJ സ്റ്റൈൽസ് ഇവർ നന്നായിട്ടാണ് ഫൈറ്റ് ചെയ്തത്. മാച്ചിന്റെ പകുതിയോട് കൂടി റിങ്ങിന് പുറത്തിറങ്ങി ഫൈറ്റ് ചെയ്യും. ആ സമയത്ത് എല്ലാ മാച്ചിലും റാൻഡി ഓർട്ടൺ ചെയ്യുന്നത് പോലെ അനൗൺസ്മെന്റ് ടേബിളിന്റെ മുകളിലേക്ക് ഈ പ്രാവശ്യം AJ സ്റ്റൈൽസ് റാൻഡി ഓർട്ടനെ എടുത്തടിച്ചത്. അത് കഴിഞ്ഞ് വീണ്ടും ഇവരുടെ മാച്ച് മുന്നോട്ട് പോകുമ്പോൾ റാൻഡി ഓർട്ടന്റെ കാലിന് ഇഞ്ചുറി സംഭവിച്ചതുപോലെയും AJ സ്റ്റൈൽസ് സബ്മിഷൻ ലോക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്. അങ്ങനെ ഇവരുടെ മാച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ മാച്ചിൽ AJ സ്റ്റൈൽസ് വിൻ ചെയ്യുമോ അതോ റാൻഡി ഓർട്ടൻ തന്നെ വിൻ ചെയ്ത് ട്രിപ്പിൾ ത്രെഡ് മാച്ചിൽ ആഡ് ആകുമോ എന്നൊക്കെ നമ്മൾ നോക്കിയിരിക്കുന്ന സമയത്ത് മാച്ചിന്റെ അവസാനത്തോടു കൂടി ഫീൻഡ് പ്രൈവറ്റ് റാൻഡി ഓർട്ടന്റെ പിന്നിൽ വരുന്നതായിട്ടാണ് കാണിച്ചത്. അത് കഴിഞ്ഞ് വീണ്ടും പേടിച്ച് നിൽക്കുമ്പോൾ ഈ ഒരു അവസരം ഉപയോഗിച്ച് AJ സ്റ്റൈൽസിന്റെ ഫെനാമിനൽ ഫോറാം ഫിനിഷിംഗ് മൂവ് യൂസ് ചെയ്ത് ഈ മാച്ചിൽ AJ സ്റ്റൈൽസ് ആണ് വിൻ ചെയ്തത്. അപ്പോൾ നെക്സ്റ്റ് വീക്ക് മൺഡേ നൈറ്റ് റോ എപ്പിസോഡിൽ AJ സ്റ്റൈൽസ് വേഴ്സസ് മാറ്റ് റീഡൽ വേഴ്സസ് കീത്ത് ലീ ഇവർക്ക് തമ്മിലാണ് ട്രിപ്പിൾ ത്രെഡ് മാച്ച് വരുന്നത്. ഇതിൽ വിൻ ചെയ്യുന്നവർക്ക് WWE ചാമ്പ്യൻഷിപ്പിനുള്ള അവസരം. അപ്പോൾ റാൻഡി ഓർട്ടൺ വിൻസ് മിക്മാന്റെ അടുത്ത് ലീവെല്ലാം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചിലപ്പോൾ ഫീൻഡുമായിട്ടുള്ള മാച്ച് കഴിഞ്ഞതിന് ശേഷം ലീവ് എടുത്ത് പോകാനായിരിക്കും. അതല്ല റാൻഡി ഓർട്ടന് ലീവ് കൊടുക്കുമോ എന്നറിയില്ല. കാരണം റോ എപ്പിസോഡിന്റെ റേറ്റിംഗിനും റാൻഡി ഓർട്ടൺ വളരെയധികം ആവശ്യമാണ്. അതുപോലെ തന്നെ ഇന്ന് ഫീൻഡ് വന്ന സമയത്ത് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ലൈറ്റ് ഓഫ് ആയി ഓൺ ആയപ്പോൾ ഫീൻഡ് ക്യാമറയിൽ പെടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റോ എപ്പിസോഡിൽ നടന്നിട്ടുള്ളത്. ഇന്നത്തെ റോ എപ്പിസോഡ് ഒരുപാട് സെഗ്മെന്റ് ചെയ്ത് നമ്മളെ ബോറടിപ്പിക്കാതെ ആവശ്യത്തിനുള്ള സെഗ്മെന്റ്, ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ്, പിന്നെ കൂടുതലായിട്ടും മാച്ചുകളാണ് നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ അണ്ടർടേക്കറിന്റെ സർവൈവർ സീരീസിലെ സെഗ്മെന്റും ഈ ഒരു റോ എപ്പിസോഡിൽ കാണിച്ചിരുന്നു. അപ്പോൾ ഇന്നത്തെ റോ എപ്പിസോഡ് നല്ലൊരു ഷോ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായം പറയാൻ വീഡിയോ ഇട്ടതിന് ശേഷം ഞാൻ പോസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.